ഹായ് എവരി വൺ. മെൻഡേഴ്സിന്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് സെക്ഷൻ 63 ഓഫ് ഭാരതീയ ന്യായ സംഹിതയായിരുന്നു. റേപ്പിലായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. എങ്ങനെയാണ് ഒരു റേപ്പ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അതിന്റെ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡീൽ ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 64 ഓഫ് BNS ആണ്. പണിഷ്മെന്റ് ഫോർ റേപ്പ് ആണ്. പിന്നെ അങ്ങോട്ട് സീരിയസ് ആയിട്ട് വരുന്ന റേപ്പ് ലോയുടെ സെക്ഷൻസും കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാൻ അഡ്വക്കേറ്റ് കീർത്തനാക്കിയും. നമ്മൾ ഇന്ന് സെക്ഷൻ 64 നമുക്ക് ഡീൽ ചെയ്യാം. നിങ്ങൾക്ക് സ്ലൈഡ് കാണാമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. സ്ലൈഡിൽ പ്രോപ്പർ ആയിട്ട് എന്താണ് ബെയർ ആക്ടിൽ സെക്ഷൻ 64 പറഞ്ഞിരിക്കുന്നത് അത് അതുപോലെ തന്നെ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ലൈക്ക് whoever except in the cases provided in subsection 2 commit rape shall be punished with rigorous imprisonment of either description of for a term which shall not be less than 10 years but which may extend to imprisonment for life and shall also be liable to fine. So subsection 2 of this section 64 അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് എന്താണ് ഈ പറയുന്ന സെക്ഷൻ 64ലുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സെക്ഷൻ 64 പണിഷ്മെന്റ് ഫോർ റേപ്പ് ആണ്. സെക്ഷൻ 64ൽ റേപ്പിന്റെ പണിഷ്മെന്റ് ആണ് പറയുന്നത്. റിഗറസ് ഇംപ്രിസൺമെന്റ്. എന്താണ് റിഗറസ് ഇംപ്രിസൺമെന്റ്? സിമ്പിൾ ഇംപ്രിസൺമെന്റ് അല്ല, റിഗറസ് ഇംപ്രിസൺമെന്റ് ആണ്. റേപ്പ് അത് അത്രയും ഒരു സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആയതുകൊണ്ട് തന്നെ, ഹ്യൂമൻ ബോഡിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒഫൻസ് ആയതുകൊണ്ട് തന്നെ റിഗറസ് ഇംപ്രിസൺമെന്റ്. റിഗറസ് ഇംപ്രിസൺമെന്റ് എന്ന് പറയുമ്പോൾ ഹാർഡ് ലേബർ, പ്രിസൺ ലേബർ ഒക്കെ ഈ പറയുന്ന പ്രിസണേഴ്സിനെ കൊണ്ട്, അക്യൂസിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതാണ് റിഗറസ് ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത്. ജയിലിലുള്ളിടത്തോളം കാലം ഹാർഡ് ലേബർ ഉണ്ടാവും. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വർക്ക്സ് പ്രിസണിൽ അല്ലെങ്കിൽ ജയിലിൽ നമുക്ക് ചെയ്യേണ്ടി വരും. അതാണ് ഈ പറയുന്ന റിഗറസ് ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് മിനിമം 10 years പ്ലസ് ഫൈൻ. മിനിമം 10 വർഷമെങ്കിലും ഇംപ്രിസൺമെന്റ് ഉണ്ടാവും. ആൻഡ് മാക്സിമം പണിഷ്മെന്റ് പറയുന്നത് ലൈഫ് ഇംപ്രിസൺമെന്റ് പ്ലസ് ഫൈൻ ആണ്. ലൈഫ് ഇംപ്രിസൺമെന്റ് ലൈഫ് ഇംപ്രിസൺമെന്റും പ്ലസ് ഫൈനും ആണ് ഈ പറയുന്ന സെക്ഷൻ 63യിലെ പണിഷ്മെന്റ് സെക്ഷൻ 64ലാണ് പറയുന്നത്. അതാണ് സെക്ഷൻ 64 സബ് ക്ലോസ് 1ൽ പറയുന്നുണ്ട്. പിന്നെ അതിൽ പറയുന്നുണ്ട് നത്തിങ് ഇൻ ദിസ്. നിങ്ങൾക്ക് ബെയർ ആയിട്ടില്ലേ, 1 second ഞാൻ നിങ്ങൾക്ക് ബെയർ ആയിട്ടില്ലേ ആ സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ പറയുന്നുണ്ട് whoever except in the case provided in subsection 2. അപ്പൊ വാട്ട് ഈസ് ഇൻ സബ്സെക്ഷൻ 2 അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സബ്സെക്ഷൻ 2വിൽ അഗ്രവേറ്റഡ് റേപ്പ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ പണിഷ്മെന്റിലേക്ക് നമുക്ക് വരാം. ആദ്യം നമുക്ക് എന്താണ് സബ്സെക്ഷൻ 2വിലുള്ളതെന്ന് പറയുന്നത്. സബ്സെക്ഷൻ 2വിൽ ഒരു സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ നടക്കുന്ന റേപ്പ് തന്നെയാണ് അവിടെ പറയുന്നത്. സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ നടക്കുന്ന റേപ്പിനെയാണ് ഈ സബ്സെക്ഷൻ 2വിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ അക്യൂസ്ഡ് സ്പെഷ്യൽ അക്യൂസ്ഡ് ആയിരിക്കും, അതുപോലെ സ്പെഷ്യൽ വുമൺ ആയിരിക്കും. കേസസ് ഓർ സർക്കംസ്റ്റാൻസസ് അതും സ്പെഷ്യൽ ആയിരിക്കും. ആ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസ് എന്തൊക്കെയാണ്, ആ സ്പെഷ്യൽ കേസസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ സ്ലൈഡ് വിസിബിൾ ആണെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഇതിൽ പറയുന്ന സ്പെഷ്യൽ അക്യൂസ്ഡ് ആരൊക്കെയാണ്? പോലീസ് ഓഫീസർ. ഒരു പോലീസ് ഓഫീസർ ഒരു റേപ്പ് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, വെദർ ഇൻ ദ പ്രമൈസസ് ഓഫ് പോലീസ് സ്റ്റേഷൻ, വെദർ ഇൻസൈഡ് ദ പോലീസ്, ദാറ്റ് മീൻസ് ദ സ്റ്റേഷൻ ഹൗസ്, ഓർ സബോർഡിനേറ്റ് ഓഫീസറിന്റെ കസ്റ്റഡിയിലുള്ള ഒരു പർട്ടിക്കുലർ വുമണിനെ റേപ്പ് ചെയ്യാം. ഈ സർക്കംസ്റ്റൻസസ് ഒക്കെയാണ് ഈ പോലീസ് ഓഫീസറിൽ പറയുന്നത്. പോലീസ് ഓഫീസർ റേപ്പ് കമ്മിറ്റ് ചെയ്യുമ്പോൾ, ഓക്കെ, അതായത് who have the authority to protect, who have the authority to enforce the law and order, അങ്ങനെ ഒരാള് പോലീസ് ഓഫീസർ ആയിട്ടുള്ള ഒരാള് റേപ്പ് കമ്മിറ്റ് ചെയ്യുമ്പോൾ. അതർ തിങ്, പബ്ലിക് സെർവന്റ്. ഒരു പബ്ലിക് സെർവന്റിന്റെ ആ ഒരു ഇൻഫ്ലുവൻസിൽ ഒരു റേപ്പ് കമ്മിറ്റ് ചെയ്യുമ്പോൾ. ദെൻ ആംഡ് ഫോഴ്സ് മെമ്പർ എന്താണെന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ ആ സ്ലൈഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹു ഈസ് ആൻ ആംഡ് ഫോഴ്സ് മെമ്പർ? ഇവിടെ എക്സ്പ്ലനേഷൻ, ആ സബ്സെക്ഷനിലേക്കുള്ള എക്സ്പ്ലനേഷൻ ആണ് ഇപ്പൊ നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാവുന്നത്. ആംഡ് ഫോഴ്സസ് മീൻസ് ദ നേവൽ, ആർമി ആൻഡ് എയർ ഫോഴ്സസ് ആൻഡ് ഇൻക്ലൂഡ്സ് എനി മെമ്പർ ഓഫ് ദി ആംഡ് ഫോഴ്സസ് constituted under any law for the time being in force, including the parliamentary forces and any auxiliary forces that are under the control of central government or the state government. ഇവിടെ 2 വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ആംഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അതില് പാരാമിലിറ്ററി ഫോഴ്സും ഓക്സിലറി ഫോഴ്സും എന്നുള്ള 2 വേർഡ്സ് ഇവിടെ യൂസ് ചെയ്യുന്നില്ല. പാരാമിലിറ്ററി ഫോഴ്സ് എന്ന് പറയുമ്പോൾ പെർമനന്റ് സെക്യൂരിറ്റി ഫോഴ്സസ് ആണ് പാരാമിലിറ്ററി ഫോഴ്സസ് ആയിട്ട് ഇവിടെ പറയുന്നത്.
പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്, ഓക്സിലറി ഫോഴ്സ്, അതൊരു സപ്പോർട്ടിംഗ് ആണ്, സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. ലൈക്ക് ഇപ്പൊ ഹോം ഗാർഡ് ഒക്കെ ആയിട്ട് പറയുന്നത്, നമുക്ക് സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഓക്സിലറി ഫോഴ്സസിനെ പറയാം. പാരാമിലിറ്ററി ഫോഴ്സ് ആകുമ്പോൾ നമ്മുടെ ഇപ്പോൾ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ഉണ്ട്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്. അതല്ല എന്നുണ്ടെങ്കിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. ഇതൊക്കെയാണ് ഈ പറയുന്ന പാരാമിലിറ്ററി ഫോഴ്സസ്. അവർ പെർമനന്റ് ആയിട്ടുള്ള ആർമി ഫോഴ്സസ് ആണ്. ഓക്സിലറി ഫോഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഹെൽപ്പിംഗ് ആണ് അല്ലെങ്കിൽ അസിസ്റ്റിംഗ് ആണ്. അതാണ് ഈ പാരാമിലിറ്ററി ഫോഴ്സസ് ആൻഡ് ഓക്സിലറി ഫോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആർമ്ഡ് ഫോഴ്സിൽ ഇവിടെ എന്തൊക്കെ പറയുന്നു? നേവൽ, ആർമി, എയർ ഫോഴ്സ്. ഇതിൽ ഏത് മെമ്പർ, അത് വെദർ ഇൻ ദ കൺട്രോൾ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ്, ഒരു ആർമി ഫോഴ്സ് ഈ പറയുന്ന റേപ്പ് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന തേർഡ് പോയിന്റ്. പിന്നെ ജയിൽ എക്സെട്ര സ്റ്റാഫ് ഫോർ മാനേജ്മെന്റ്, ജയിൽ അതോറിറ്റിയിലുള്ള സ്റ്റാഫ് ആയിക്കോട്ടെ, അവരുടെ മാനേജിങ് ഏരിയയിൽ പെടുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആയിക്കോട്ടെ, ആ ജയിൽ അതോറിറ്റിയിൽ ജയിലിൽ അണ്ടറിൽ വരുന്ന ഏതെങ്കിലും ഒരു വുമൺ എഗെയിൻസ്റ്റ് ആയിട്ട് ഈ റേപ്പ് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാഫ് ഫോർ മാനേജ്മെന്റ്, ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫ് ആയിക്കോട്ടെ, മാനേജ്മെന്റ് ആയിക്കോട്ടെ. ഇവിടെ ഹോസ്പിറ്റലിനെയും കൃത്യമായിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്താണ് നമ്മുടെ ഹോസ്പിറ്റൽ? ഈ പറയുന്ന സബ്സെക്ഷനിലെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റൽ മീൻസ് the presence of the hospital and includes the presence of any institution for the reception and treatment of persons during convalescence or of persons requiring medical attention or rehabilitation. സോ ഇവിടെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റൽ പരിധിയിൽ എന്തും വരാം. ഒരു വാർഡ് ആയിക്കോട്ടെ, OP ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ റിസപ്ഷൻ ആയിക്കോട്ടെ, ICU ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ റിലേറ്റഡ് ഏത് സറൗണ്ടിങ് ആയിക്കോട്ടെ, അതിന്റെ പാർക്കിംഗ് ഏരിയ ആയിക്കോട്ടെ, ഇതെല്ലാം പ്രിസൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് സറൗണ്ടിങ്സ് ആണ്. ആ ഒരു ഹോസ്പിറ്റലിനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഏതൊരു സറൗണ്ടിങ്ങും ഇതിൽ വരും. ക്ലിനിക്സ് ആയിക്കോട്ടെ. ഇനി അതുപോലെ തന്നെ കോൺവലസൻസ് ഓഫ് എ പേഴ്സൺസ് എന്നൊരു വേർഡ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, വിച്ച് മീൻസ് റിക്കവറി. ഒരു പർട്ടിക്കുലർ പേഴ്സൺ റിക്കവറി പീരീഡിൽ നിൽക്കുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആയിക്കോട്ടെ. ഇങ്ങനെ ഏതൊരു പേഴ്സൺ എഗെയിൻസ്റ്റ്, ഏതൊരു വുമൺ എഗെയിൻസ്റ്റ് ആയിട്ടും ഈ റേപ്പ് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതും ഈ പറയുന്ന അഗ്രിവേറ്റഡ് ഫോഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഫോഴ്സസിൽ വന്നുന്ന ഒന്നാണ്. നെക്സ്റ്റ് ഇവിടെ പറയുന്നത് റിലേറ്റീവ് ഓർ ഗാർഡിയൻ ഓർ ടീച്ചർ, ട്രസ്റ്റി ഓർ അതോറിറ്റി. അതായത് ഒരു ട്രസ്റ്റ് ബേസിലുള്ള റിലേഷൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിലേഷനിൽ നിൽക്കുന്ന ഒരാൾ, ലൈക്ക് റിലേറ്റീവ്, ഗാർഡിയൻ, ടീച്ചർ, ട്രസ്റ്റി ഓർ അതോറിറ്റി. ഇങ്ങനെയുള്ള ആരുമായിക്കോട്ടെ ആ സ്പെഷ്യൽ അക്യൂസ്ഡ്, അതും ഒരു അഗ്രിവേറ്റഡ് ഫോം ഓഫ് റേപ്പിലേക്കാണ് വരുന്നത്. ദെൻ എ പേഴ്സൺ ഹു ഈസ് ഇൻ എ പൊസിഷൻ ഓഫ് കൺട്രോൾ ഓർ ഡോമിനൻസ്, കൺട്രോൾ ചെയ്യാനോ ഡോമിനേറ്റ് ചെയ്യാനോ ഉള്ള പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾ. ഇതാണ് സ്പെഷ്യൽ അക്യൂസ്ഡിന്റെ കേസസിൽ പറയുന്നത്. ഇനി സ്പെഷ്യൽ വുമൺ, ലൈക്ക് വെദർ ദാറ്റ് ഈസ് റേപ്പ് ഈസ് കമ്മിറ്റഡ് അഗെയിൻസ്റ്റ് എ പ്രഗ്നന്റ് വുമൺ, അത് ഈ പറയുന്ന സബ്സെക്ഷൻ 2 64 സബ് ക്ലോസ് 2 പറയുന്ന കുറെ ക്ലോസസിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഇങ്ങനെ ടേബിൾ ആയിട്ട് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി മനസ്സിലാവുന്ന രീതിയിൽ ഈ ടേബിൾ ആക്കിയെന്നേ മാത്രമേ ഉള്ളൂ. സെക്ഷൻ 64 സബ് ക്ലോസ് 2 പറയുന്ന കാറ്റഗറീസ് ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഡിസേബിൾഡ് വുമൺ, ഒരു ഡിസേബിൾഡ് വുമൺ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ റേപ്പ് കമ്മിറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻകേപ്പബിൾ വുമൺ, ആൻഡ് ഓൾസോ റിപ്പീറ്റഡ് റേപ്പ് ഓൺ സെയിം വുമൺ. That's a very grievous case of offense. That's a very grievous offense. Repeated rape on same woman. ഒരു പർട്ടിക്കുലർ വുമണിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് റേപ്പ് കമ്മിറ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നു. ഇതും സ്പെഷ്യൽ വുമൺ കാറ്റഗറിയിൽ. അപ്പോൾ ഈ പറയുന്ന സ്പെഷ്യൽ സർക്കംസ്റ്റൻസ് സെക്ഷൻ 64 സബ് ക്ലോസ് 2 പറയുന്ന സ്പെഷ്യൽ സർക്കംസ്റ്റൻസ്, സെക്ഷൻ 64 സബ് ക്ലോസ് അല്ല, സബ് സെക്ഷൻ 2 പറയുന്ന ഈ പറയുന്ന സെക്ഷൻസിൽ സ്പെഷ്യൽ അക്യൂസിനെ പറ്റിയും സ്പെഷ്യൽ വുമണിനെ പറ്റിയും പിന്നെ സ്പെഷ്യൽ കേസസ് പറയുന്നുണ്ട്. അതാണ് നെക്സ്റ്റ്. അതായത് ഡ്യൂറിങ് കമ്മ്യൂണൽ ഓർ സെക്രട്ടറിയൽ വയലൻസ്, ഒരു കമ്മ്യൂണൽ വയലൻസിന്റെ ഇടയിൽ ഒരു പർട്ടിക്കുലർ വുമണിനെ റേപ്പ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഗ്രീവിയസ് ഹേർട്ട് ഓർ ലൈഫ് എൻഡേഞ്ചറിങ് വൈൽ കമ്മിറ്റിംഗ് റേപ്പ് കമ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു ഗ്രീവിയസ് ഹേർട്ട് കൺവിറ്റ് ചെയ്യുന്നു, ഒരു ഗ്രീവിയസ് ഹേർട്ട് ഇൻഫ്ലിക്റ്റ് ചെയ്യുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ലൈഫ് എൻഡേഞ്ചർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആക്ട് കൺവിറ്റ് ചെയ്യുന്നു, ഒരു ആക്ട് ഇൻഫ്ലിക്റ്റ് ചെയ്യുന്നു. അതാണ് ഈ പറയുന്ന സ്പെഷ്യൽ കേസ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതുപോലെയുള്ള കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് സെക്ഷൻ 64 സബ് ക്ലോസ് 2 ആയിരുന്നു നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 64 സബ് ക്ലോസ് 2 ഈ കേസസിൽ, അതായത് സ്പെഷ്യൽ അക്യൂസ്ഡ് ആയിക്കോട്ടെ, സ്പെഷ്യൽ വുമൺ ആയിക്കോട്ടെ, അതുപോലെ തന്നെ സ്പെഷ്യൽ കേസ് ആയിക്കോട്ടെ, ഈ കേസിൽ റേപ്പ് കൺവിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒഫൻസ് അല്ലെങ്കിൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 64 സബ് സെക്ഷൻ 2 അഗ്രിവേറ്റഡ് റേപ്പ് എന്നുള്ള ഫോമിലേക്ക് പോകും.
അവിടെ റിഗ്രസ് ഇംപ്രിസൺമെന്റ് ആണ്, as I already mentioned, ആൻഡ് മിനിമം 10 years പ്ലസ് ഫൈൻ ആണ്. മിനിമം 10 years ആണ്, അതും ചേഞ്ച് ഒന്നുമില്ല. ദെൻ പറയുന്നത് മാക്സിമം ലൈഫ് ഇംപ്രിസൺമെന്റ് പ്ലസ് ഫൈൻ. മാക്സിമം ലൈഫ് ഇംപ്രിസൺമെന്റ് പ്ലസ് ഫൈൻ, അതും പണിഷ്മെന്റ് as per in സെക്ഷൻ 63. സെക്ഷൻ 63 എന്നുള്ള ഒഫൻസിനുള്ള പണിഷ്മെന്റ് തന്നെയാണ് പറയുന്നത്. പക്ഷെ അവിടെ ബ്രാക്കറ്റിൽ ഒരു കാര്യം പറയുന്നുണ്ട്, റിമൈൻഡർ ഓഫ് നാച്ചുറൽ ലൈഫ്. ദാറ്റ് മീൻസ് ദാറ്റ് ലൈഫ് ഇംപ്രിസൺമെന്റ് ഈസ് ഫോർ നാച്ചുറൽ ലൈഫ്. ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ ലൈഫ് ഇംപ്രിസൺമെന്റ് ഫോർ ദ ലൈഫ് ലോങ് ആണ് ആ ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത്, ടിൽ ഡെത്ത്. അത് സ്പെഷ്യൽ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 64 ലൈഫ് ഇംപ്രിസൺമെന്റ് പറയുന്നുണ്ട്, അത് മീൻ ചെയ്യുന്നത് ഇത് തന്നെയാണ്. പക്ഷെ സെക്ഷൻ 64 സപ്പോസ് 2 പ്രോപ്പർ ആയിട്ട് ഇതിനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ബിക്കോസ് ദാറ്റ് ഈസ് സച്ച് എ കൈൻഡ് ഓഫ് അഗ്രിവേറ്റഡ് റേപ്പ്. അഗ്രിവേറ്റഡ് ആയിട്ടുള്ള വളരെ ഗ്രീവിയസ് ആയിട്ടുള്ള ഒഫൻസ് ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, അത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സെക്ഷൻ 64 സബ്സെക്ഷൻ 2. സെക്ഷൻ 64 സബ്സെക്ഷൻ 2 ഒരുപാട് നമ്പറിംഗ് ആയിട്ട്, ലൈക്ക് സെക്ഷൻ 64 സബ് ക്ലോസ് 2 സബ്സെക്ഷൻ 2 സബ് ക്ലോസ് എ, സെക്ഷൻ 64 സബ്സെക്ഷൻ 2 സബ് ക്ലോസ് ബി, അങ്ങനെ A2 ഓൾമോസ്റ്റ് M വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്താന്നുള്ളതാണ് നമ്മളിവിടെ പ്രോപ്പർ ആയിട്ട് ഈ ഒരു പർട്ടിക്കുലർ ടേബിൾ വഴി നിങ്ങൾക്ക് കാണിച്ചു തന്നത്. സെക്ഷൻ 64 പോലീസ് ഓഫീസർ എന്താണ്, ഹോസ്പിറ്റൽ എന്താണ്, ആംഡ് ഫോഴ്സ് എന്താണ് എന്നെല്ലാം പ്രോപ്പർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ വുമൻസ് ഓർ ചിൽഡ്രൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് അവിടെ പറയുന്നുണ്ട്. വുമൺ ഓർ ചിൽഡ്രൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്, മീൻസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വെദർ കോൾഡ് ആൻ ഓർഫനേജ് ഓർ എ ഹോം ഓർ ഫോർ നെഗ്ലക്റ്റഡ് വുമൻ ഓർ ചിൽഡ്രൻ ഓർ എ വിഡോസ് ഹോം or an institution called by any other name which established and maintained for the reception and care of women and children. വുമന്റെ ചിൽഡ്രനെ കെയറിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിരിക്കുന്ന, പ്രൊട്ടക്ഷന് വേണ്ടി ഫോം ചെയ്തിരിക്കുന്ന ഇതുപോലത്തെ ചിൽഡ്രൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഓർഫനേജ് ആയിക്കോട്ടെ, അതുപോലെയുള്ള സ്ഥാപനത്തിൽ ഒരു വുമന് റേപ്പ് പോലെയുള്ള ഒരു ഒഫൻസ് നേരിടേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ പ്രൊട്ടക്ഷന്റെ അതാണ് അതിന്റെ ഗ്രീവിയൻസ്, അതാണ് അതിന്റെ അഗ്രിവേറ്റഡ് ഫോം കാണിക്കുന്നത്. ഓക്കെ, എത്രണ്ടും ഗ്രീവിയസ് ആയിട്ടാണ്, എത്രണ്ടും സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആണ്, പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണെന്ന് കാണിക്കുന്നതാണത്.